ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവമുണ്ട്. ഈ ദൈവത്തെ തിരിച്ചറിയുക, ദൈവമായി മാറുക. ഇതാണ് എല്ലാ മനുഷ്യൻ്റെയും ലക്ഷ്യം. ഒരു വിത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണിത്. ഓരോ വിത്തിനുള്ളിലും വരാൻ പോകുന്ന എല്ലാ ഇലകളുടെയും, വരാൻ പോകുന്ന എല്ലാ പൂക്കളുടെയും അറിവ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. എന്താണ് ആവശ്യം? ആവശ്യം പ്രകൃതിയുമായി ഇടപെടുക എന്നുള്ളതാണ്. പ്രകൃതിയെ അതിൻ്റെ പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കുക, ശല്യം ചെയ്യാതിരിക്കുക. ഒരു വിത്തിന് വേണ്ടത് മണ്ണും വെള്ളവും മാത്രമാണ്. നമ്മൾ ഒരു മരം നടാൻ ശ്രമിക്കുമ്പോൾ വിത്തിന് നല്ല മണ്ണും നല്ല വെള്ളവും നല്ല വളവും മാത്രം നൽകിയാൽ പോരെ? അതായത് ശരിയായ സാഹചര്യം മാത്രം ഒരുക്കിയാൽ പോരെ? അല്ലാതെ ദിവസവും പോയി വിത്തിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഒരു മരമായി മാറാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംസാരത്തിൻ്റെ ആവശ്യമുണ്ടോ? സത്യത്തിൽ മനുഷ്യൻ സംസാരിച്ചാൽ മാത്രമേ ഒരു വിത്തിന് മരമാകാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ വിത്തുകൾക്ക് ഭ്രാന്തായി പോയനെ. വിത്തുകൾ പ്രവർത്തിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ബുദ്ധിയിലാണ്. മനുഷ്യനും ഇതുപോലൊരു വിത്താണ്, ദൈവത്തിൻ്റെ വിത്ത്. മനുഷ്യൻ എന്ന വിത്ത് വളരുമ്പോൾ അവൻ പ്രപഞ്ചമായി മാറുന്നു, അവൻ ദൈവമായി മാറുന്നു. ഈ മാറ്റത്തിനായി സത്യത്തിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്കുള്ളിലുള്ള സ്വാഭാവികമായ പ്രോസസ്സിനെ ശല്യം ചെയ്യാതിരുന്നാൽ മാത്രം മതി. ശരിയായ സാഹചര്യം ഒരുക്കി കൊടുത്താൽ മാത്രം മതി. ഇത് പറയുമ്പോൾ ഒരു കൊച്ചു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. മനസ്സെന്ന മാന്ത്രികൻ സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ ലോകത്തിൽ നിന്നും, സുരക്ഷിതമായ ഈ ലോകത്തിൽ നിന്നും പുറത്തു പോകാൻ നമുക്ക് പേടിയാണ്. മാത്രമല്ല, പുറത്തു പോയാൽ നമുക്ക് എന്താണ് കിട്ടുക? ഇത് ആലോചിച്ച് നോക്കുക. ഒരു വിത്തിൻ്റെ പുറന്തോട് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ളതാണ്, വളരെ സുരക്ഷിതമാണ്. പക്ഷേ ഈ പുറന്തോടിനെ ഭേദിച്ച് പുറത്തു വന്നാൽ മാത്രമേ വിത്തിന് വൃക്ഷമായി മാറാൻ സാധിക്കുകയുള്ളൂ. ഒരു മുട്ടയ്ക്കുള്ളിൽ ഒരു കിളി സുരക്ഷിതനാണ്. പക്ഷേ മുട്ടയ്ക്ക് പുറത്തു വന്നാൽ മാത്രമേ അവനെ കാത്തിരിക്കുന്ന അവസാനമില്ലാത്ത അനന്തമായ ആകാശത്തിനെ അവൻ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഒരു കിളിയും ചോദിക്കുന്നില്ല പുറത്തു വന്നാൽ എനിക്കെന്ത് കിട്ടുമെന്ന്. ഒരു വിത്തും ചോദിക്കുന്നില്ല പുറന്തോട് ഭേദിച്ച് ഞാൻ പുറത്തു വന്നാൽ എനിക്കെന്ത് കിട്ടുമെന്ന്. അവർ പ്രകൃതിയിൽ വിശ്വസിക്കുന്നു. ഓരോ മനുഷ്യനും ഒരു വിത്താണ്, ദൈവത്തിൻ്റെ വിത്ത്. പ്രകൃതിയിൽ വിശ്വസിക്കുക, മനസ്സിൻ്റെ പുറന്തോട് ഭേദിച്ച് പുറത്തേക്ക് വരിക. ദൈവത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾക്കാവാൻ സാധിക്കില്ല.